ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐബെല്ലിൻ്റെ കോഡ്ലെസ് ബ്രഷ് കട്ടർ. ഇത് ബ്രഷ്ലെസ് ആണ്, വളരെ സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ IBL BB2060 ആണ്. ഇത് നമുക്ക് അൺലോക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയുള്ളതാണ്. ഓക്കെ, ഈ സെറ്റിൽ 2 ബാറ്ററിയാണുള്ളത്. രണ്ടും ഒരുമിച്ചിട്ട് മാത്രമേ ഇത് വർക്കിംഗ് ആവുള്ളൂ. ഇത് 4Hൻ്റെ ഒരു ബാറ്ററി, 4H 20 വോൾട്ട്. രണ്ടാമത്തെ ബാറ്ററി. ഇതെൻ്റെ ചാർജർ. കറണ്ടിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ചാർജ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള ചാർജറാണ്. ഓക്കെ, ഇതതിൻ്റെ ഗാർഡ്. നമുക്ക് കല്ലൊന്നും തെറിച്ച് നേരെ തിരിച്ച് മേലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാർഡാണ്. ഓക്കെ, ഇത് ഹാൻഡില്. ടൂൾ കിറ്റ്. അതിൽ 2 സ്ക്രൂ ഉണ്ട്. അത് ഈ ഗാർഡ് അതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സ്ക്രൂ ആണുള്ളത്. ഓക്കെ, പിന്നെ ഇത് ട്രിമ്മർ. ഓക്കെ, പിന്നെ ബ്ലേഡ്. ബെൽറ്റാണ്. ഇതാണ് മോട്ടർ. ഓക്കെ, മെഷീൻ. ഓക്കെ, ഇതിൻ്റെ 2 സ്ലോട്ടുള്ളത് ബാറ്ററി ഇടാനുള്ളതാണ്. ട്രിഗർ ചെയ്യുന്ന സ്വിച്ച്. മോട്ടർ. വാറണ്ടി കാർഡ്. ഓക്കെ, ഇതിങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം.
ഇനി ഹാൻഡിൽ എങ്ങനെയാണ് പിടിപ്പിക്കാൻ നോക്കാം. ബാറ്ററി ഹോൾഡറിൽ പിടിപ്പിക്കുകയാണ്. രണ്ട് സൈഡിലും ഇതേപോലെ ബാറ്ററി സെറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ, സെറ്റായി. ഗാർഡ് പിടിപ്പിക്കുന്നത് ഇതിലുണ്ടായിരുന്ന 2 സ്ക്രൂ ഉണ്ടായിരുന്നു. ആ സ്ക്രൂ ആണ് ഈ ഗാർഡിൽ പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി. ഓക്കെ, നമുക്കതാ ഒരുവിധം വലിയ കാടുകളൊക്കെ അതുകൊണ്ട് വെട്ടാൻ ഈസി ആയിട്ട് കഴിയുന്നുണ്ട്. കുറ്റിച്ചെടി പോലത്തെ ഇതൊക്കെ വെട്ടാൻ സുഖമായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് വലിയ ചെടികൾ വെട്ടാൻ പറ്റില്ല എന്നുള്ളതിനുള്ള തെളിവായിട്ട് ആ വലിയ ചെടികളാണ് കൂടുതൽ വെട്ടി കാണിക്കുന്നത്. നല്ല സ്മൂത്തായിട്ടുള്ള ചെറിയ ചെറിയ ചെടികളല്ല, വലിയ ചെടികളൊക്കെ വളരെ കറക്റ്റായിട്ട് വെട്ടാൻ കഴിയുന്നുണ്ട്. കാരണം ഇത് പറയാൻ കാരണം ഞാനത് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വലിയ ചെടികളും കുറ്റിച്ചെടികളൊന്നും വെട്ടാൻ ഈ ബ്രഷ് കട്ടർ കൊണ്ട് പറ്റില്ല, കോർഡ്ലെസ് ബാറ്ററി കൊണ്ടുള്ളതിന് പറ്റില്ല, പവർ കുറവാന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 5800 RPM ഇതിൻ്റെ പവർ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പം എൻ്റെ ഒരൊറ്റ തീരുമാനം കൊണ്ട് എടുത്താണ് കേട്ടോ. വലിയ വലിയ മരങ്ങളും കഷ്ണങ്ങളൊക്കെ ഏകദേശം ചെടികളൊക്കെ കുറ്റിച്ചെടികളൊക്കെ നന്നായിട്ട് വെട്ടാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കാര്യമായിട്ട് നോക്കിയിരുന്നത്. വലിയ അത്യാവശ്യം വലിപ്പമുള്ള കുറ്റിച്ചെടികൾ വെട്ടാൻ പറ്റില്ല, പിന്നെ ഇതുകൊണ്ട് ഉപകാരമില്ലല്ലോ. വലിയ ചെടികൾ വെട്ടാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെടികൾക്ക് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. സ്പീഡ് ഞാൻ ഉപയോഗിച്ച് വളരെ സംതൃപ്തനാണ്. ഒരു കുഴപ്പമില്ല. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറോളം മേലെ ബാറ്ററീൻ്റെ ലൈഫ് കിട്ടുന്നുണ്ട്. വർക്കിംഗ് ടൈം, ലൈഫല്ല വർക്കിംഗ് ടൈം. അപ്പോൾ സാധാരണ നമ്മളെ വീട്ടിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു കൂടുതൽ ഏരിയ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പ്രയാസമില്ല. ഞാൻ നോക്കിയതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും സാധാരണ നമ്മളെ വീടുകളിൽ ഉപയോഗിക്കാൻ വീട്ടുകാർക്ക് ആവശ്യമുള്ളൊരു സാധനമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. വളരെ നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, കൊല്ലത്തിൽ ഞാൻ 5000-6000 ഉറുപ്പ്യ അതേപോലെ ഒരു 3-4 ദിവസം വെച്ചിട്ടാണ് ഇത് വെട്ടാറ്. 1800 ഉറുപ്പ്യയും ചിലവും കൊടുത്തിട്ടാണ് ഇത് വെട്ടിക്കാറ്. പക്ഷേ
വെട്ടിക്കുന്നതിന് ബുദ്ധിമുട്ടല്ല, ഇവരെ ഡിമാൻഡുകളാണ്. വരാൻ പറഞ്ഞ സമയത്തൊന്നും ഇവരെ കിട്ടൂല. നമുക്ക് വിചാരിച്ച മാതിരി ഇത് കട്ട് ചെയ്ത് ഒഴിവായി കിട്ടൂല. നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വീര്യങ്ങളാണ്, ഇപ്പോൾ ഓരോരുത്തർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് നമുക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് വെട്ടാൻ പറ്റിയത് നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ തന്നെ പറ്റുള്ളൂ, മെഷീൻ ഉണ്ടാകുമ്പോഴേ പറ്റുള്ളൂ. വലിയ 4 സ്ട്രോക്കിൻ്റെ പെട്രോളിൻ്റെ ബ്രഷ് കട്ടർ നമുക്ക് ഒതുങ്ങില്ല. നമ്മൾ ഇത് ഏറ്റവും ഒതുക്കുള്ള സൈസാണ്, കണ്ടല്ലേ. നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലുള്ള ചെറിയൊരു മെഷീനാണിത്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല, സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ലേഡീസിന് വരെ ഉപയോഗിക്കാൻ പറ്റിയതാണിത്. പിന്നെ അത്യാവശ്യം പവറുണ്ട്, കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കും ഉപയോഗിക്കാൻ വീട്ടാവശ്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറ. ഓക്കെ.